നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരുമെന്ന് ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ച്. ജനപക്ഷത്തു നിന്നുള്ള തീരുമാനമാണിതെന്ന് കോടതി. ഹർജി വ്യാഴാഴ്ച പരിഗണിക്കും. മാളയിൽ യൂത്ത് കോൺഗ്രസ് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. വാർത്തകൾ വിശദമായി. പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരുമെന്ന് ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ച്. ജനപക്ഷത്തു നിന്നുള്ള തീരുമാനമാണ് ഇതെന്ന് കോടതി അറിയിച്ചു. ഹർജി വ്യാഴാഴ്ച പരിഗണിക്കും. ദേശീയപാതയിലെ ടോളിനുള്ള വിലക്ക് നീക്കണമെന്ന ദേശീയപാത അതോറിറ്റിയുടെയും ടോൾ കമ്പനിയുടെയും ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. പാലിയേക്കരയിൽ ടോൾ പിരിക്കുന്നത് 4 ആഴ്ചത്തേക്ക് കോടതി വിലക്കിയിരുന്നു. പാലിയേക്കരയിൽ എല്ലാ വർഷവും സെപ്റ്റംബർ 1-നാണ് ടോൾ നിരക്ക് പരിഷ്കരിക്കുന്നത്. പുതിയ അടിപ്പാതകളുടെ നിർമ്മാണം തുടങ്ങിയപ്പോൾ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ ബദൽ സംവിധാനം ഒരുക്കിയിരുന്നില്ല. ഇതോടെ സർവീസ് റോഡുകൾ തകരുകയും മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കുണ്ടാവുകയും ചെയ്യുകയായിരുന്നു. ദേശീയപാതയിൽ കുരുക്കുമുറുകിയതിനെ തുടർന്ന് ഓഗസ്റ്റ് 6 മുതലാണ് പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്തിവച്ചത്. തുടർന്ന് പുനഃസ്ഥാപിക്കാൻ NHAയും കരാർ കമ്പനിയായ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡും ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അനുമതി നൽകിയിരുന്നില്ല. മീഡിയ ടൈം, തൃശൂർ. യൂത്ത് കോൺഗ്രസ് KSU നേതാക്കൾക്കെതിരെയുള്ള പോലീസിന്റെ പ്രവൃത്തികളിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മാള ഇന്ദിരാഭവനിൽ നിന്നും ആരംഭിച്ച മാർച്ച് മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജിനേഷ് ഉദ്ഘാടനം ചെയ്തു. റീസണബിൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ള ബലം പ്രയോഗിക്കാമെന്ന് മാത്രം. അത് ഏതൊക്കെ ഘട്ടങ്ങളിലാണ്? പ്രതി കുതിരിമാറി ഓടിയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, നിങ്ങളെ ശാരീരികമായി കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, നിങ്ങളെ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ആളുകളെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, അല്ലാതെ ഒരു പ്രതിയെ ഉടുതുണി പോലുമില്ലാതെ പിടിച്ചുകൊണ്ടുവന്ന് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അവിടെ CCTV ദൃശ്യങ്ങളില്ലാത്ത സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി സംഘം ചേർന്ന് മർദ്ദിക്കുന്നതാണ് പോലീസിംഗ് എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോലീസ് സേനയിലുള്ള പുഴുക്കുത്തുകൾക്കെതിരായ ശക്തമായ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധ മാർച്ച് കടന്നു വന്നിട്ടുള്ളത്. ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗത്തിലൊക്കെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു, ഇന്നലെ മാള പോലീസിന്റെ ചില ഉദ്യോഗസ്ഥന്മാർ ഓരോ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ വീടാന്തര കയ്യിലിറങ്ങി നോട്ടീസ് കൊടുക്കുകയാണ്. തുടർന്ന് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഔസേപ്പച്ചൻ അമ്പൂക്കൻ, ഹക്കീം ഇക്ബാൽ, അനൂപാനപ്പാറ, രാഹുൽ വിജയൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഹക്കീം ഇക്ബാലിനെ പോലീസ് വലിച്ചിഴച്ച് നീക്കിയത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഷ്ടമിച്ചിറ മേഖലാ സമ്മേളനം നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാന സമ്മേളനം, ജില്ലാ സമ്മേളനം, ഏരിയ സമ്മേളനം, മേഖലാ സമ്മേളനങ്ങൾ, യൂണിറ്റ് സമ്മേളനങ്ങളെല്ലാം നമുക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി 2 മാസക്കാലം എടുത്ത് നമ്മുടെ മേഖലാ അതിർത്തിക്കുള്ളിലുള്ള യൂണിറ്റ് യോഗങ്ങൾ ചേർന്ന് യൂണിറ്റ് സമ്മേളനം പൂർത്തീകരിച്ച് ആ യൂണിറ്റ് സമ്മേളനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് നമ്മുടെ ഈ മേഖലാ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. പക്ഷേ സംഘടന സമിതിയുടെ ചെയർമാൻ പറഞ്ഞതുപോലെ നമ്മുടെ യൂണിറ്റ് സമ്മേളനങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അത് വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എങ്കിൽ പോലും നമ്മുടെ മേഖലാ സമ്മേളനം വളരെ അടിയന്തരമായി പൂർത്തീകരിച്ചുകൊണ്ട് ഒക്ടോബർ മാസം 11-ാം തീയതിയോടുകൂടി നമ്മുടെ ഏരിയ സമ്മേളനമെല്ലാം പൂർത്തീകരിക്കണം എന്നുള്ളതുകൊണ്ട്
പൂർത്തിയാക്കി വരികയാണ്. അസോസിയേഷൻ സെക്രട്ടറി PA ഗീത അധ്യക്ഷത വഹിച്ചു. KV ഡേവിസ്, രാധാ ഭാസ്കരൻ, പ്രിജ സലീം, സിന്ധു അശോക്, ജയ ബിജു, രാധാ മോഹനൻ, ഗൗരി ദാമോദരൻ, പ്രീതി വിജയൻ, അമ്പിളി തിലകൻ എന്നിവർ പങ്കെടുത്തു. ഖത്തറിന് നേരെ അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലും ഇസ്രയേൽ ധനമന്ത്രിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു വരുത്തിയ കേന്ദ്ര സർക്കാർ നടപടിയിലും പ്രതിഷേധിച്ച് മാള CPM ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള ടൗണിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. 1948 ഒരു ഇസ്രായേലി രാഷ്ട്രം ഐക്യരാഷ്ട്രസഭയുടെ സഹായത്തോടു കൂടി പലാസ്തീൻ പ്രദേശത്ത് ആരംഭിക്കും. നമ്മളൊന്നും അത് അംഗീകരിച്ചിരുന്നില്ല. ഇസ്രായേലി രാജ്യത്തെ അന്ന് അംഗീകരിക്കാത്ത പട്ടികയിൽപ്പെട്ടത്. എന്നാൽ പലാസ്തീൻ നമ്മൾ നേരത്തെ സ്വാതന്ത്ര്യ സമര കാലത്ത് തന്നെ അംഗീകരിക്കുന്ന ഒരു രാജ്യമാണ്. ഒരു പ്രത്യേകത മറ്റൊന്നുമില്ല. ഇസ്രായേൽ 3 മതങ്ങളുടെയും പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ഏരിയ സെക്രട്ടറി TK സന്തോഷ് അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ CS രഘു, KV ഉണ്ണികൃഷ്ണൻ, C ധനുഷ് കുമാർ, പുത്തഞ്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി എന്നിവർ സംസാരിച്ചു. മാള മെറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് NSS യൂണിറ്റും ചാലക്കുടി ഐവിഷനും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. ഐവിഷനും മെറ്റ്സ് കോളേജിന്റെ NSS ടീം അംഗങ്ങളും കൂടി സംയുക്തമായി നടത്തുന്ന ഐവിഷന്റെ ക്യാമ്പ് വളരെ ഫലപ്രദമാണ്. പല പ്രാവശ്യവും പല സ്ഥലങ്ങളിലും നമ്മുടെ ഐവിഷൻ ഇതേപോലെയുള്ള ക്യാമ്പുകൾ നടത്തി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലേക്ക് അവർക്ക് സൗജന്യമായും അതേപോലെ തന്നെ അവർക്ക് വേണ്ട രീതിയിലുള്ള മെഡിസിൻസ് കൊടുത്തും കണ്ണ് ഓപ്പറേഷൻ ചെയ്തും വളരെ ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ജനങ്ങളുടെ ഒരു സാമൂഹ്യക്ഷേമ പ്രവർത്തനം കൂടിയാണ്. അതിനടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ ഓരോ ക്യാമ്പുകളും ഓരോരുത്തർക്കും ഫലപ്രദമായി മാറാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം പലരും അറിയാൻ സാധിക്കാതെ പോകുന്നവരുണ്ട്, അതേപോലെ ആശുപത്രികളിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. ഇങ്ങനെ ഉള്ള ക്യാമ്പുകളിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ ആശുപത്രിയിലേക്ക് പോകാനും അവരുടെ മെഡിസിൻ നമുക്ക് ഏറ്റവും വലിയ ഒരു അവയവമാണ്. എല്ലാ അവയവവും നമുക്ക് പ്രാധാന്യമാണ്. പക്ഷേ കണ്ണില്ലെങ്കിൽ നമുക്കൊന്നും കാണാൻ തന്നെ സാധിക്കില്ല. നമുക്കറിയാം, കണ്ണില്ലാത്തവർ ഓരോരുത്തർ നടക്കണം കാണുമ്പോഴുള്ള ആ ഒരു വിഷമം നമ്മുടെ മനസ്സിന്റെ മുറിവിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്. ഐവിഷൻ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ ബിനീത, ഡോക്ടർ പ്രിയങ്ക, NSS പ്രോഗ്രാം ഓഫീസർ പ്രൊഫസർ KN രമേശ് എന്നിവർ സംസാരിച്ചു. നാട്ടുകാരും സ്റ്റാഫ് അംഗങ്ങളും വിദ്യാർത്ഥികളും ക്യാമ്പിൽ പങ്കെടുത്തു. NSS വോളണ്ടിയർ സെക്രട്ടറിമാരായ അഭിജിത്ത് MA, റഫൂൾസ് മരിയ പോൾ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. പട്ടികജാതി ജനവിഭാഗങ്ങളുടെ പേരിൽ കൊടുങ്ങല്ലൂർ നഗരസഭ നടത്തിയ ഭൂമി കുംഭകോണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടും വികസന മുരടിപ്പിനുമെതിരെ BJP 4 ദിവസം ഉപവാസ സമരം നടത്തും. മുനിസിപ്പൽ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നാളെ മുതൽ 20 വരെയാണ് ഉപവാസ സമരം. നാളെ രാവിലെ 9:30 BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന നേതാക്കളായ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് MA വിനോദ്, MV ഗോപകുമാർ, അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, P ശ്യാംരാജ്, അഡ്വക്കേറ്റ് E കൃഷ്ണദാസ് തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീമാൻ ജൈത്രനോട് കൈസാബ് ഉണ്ടാക്കുന്നത് ജൈത്രൻ ചെയർമാനായിരുന്നു. അതിനുശേഷം 3 വൈസ് ചെയർമാനായി. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ അദ്ദേഹം ഇറങ്ങുകയാണ്. ഇപ്പൊ ഈ ഇറങ്ങുന്നതിന്റെ കാര്യം മനസ്സിലായി. അത് വികസനം ഇവര് ബോധ്യപ്പെടും. ഇറങ്ങി വികസനം ഈ 44 വാർഡിൽ വികസനം നേരിട്ട് കാണാൻ ഇപ്പൊ ഇറങ്ങിക്കാണ്. മാവേലി ഇറങ്ങണമായി ഇപ്പൊ ഇറങ്ങിക്കാണ്. മാവേലി വർഷത്തിൽ ഒരിക്കലും ഇറങ്ങുന്നത്. ഇവര് 50 വർഷത്തിൽ ഇപ്പൊ ഇറങ്ങാണ്. കൊടുങ്ങല്ലൂർ നഗരസഭ പ്രദേശത്തുള്ള വികസനങ്ങൾ നേരിട്ട് കാണാനായിട്ട്. റോഡുകളെ ശോചനീയാവസ്ഥയൊക്കെ ഇവർ കാണണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ റോഡുകളിൽ അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജനപ്രതിനിധികൾ പ്രത്യേകിച്ച് MLA, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വൈസ് ചെയർമാനൊക്കെയാണ് ഇറങ്ങുന്നത്. റോഡുകളിൽ തട്ടി അവർ കുഴികളിൽ വീണ അപകടങ്ങളില്ലാണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു കാര്യം ആദ്യമായിട്ട് സൂചിപ്പിക്കുകയാണ്. അത് കൂടാതെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഞങ്ങൾ കഴിഞ്ഞ 2015 മുതൽ ഞാൻ കൗൺസിലറാണ്. BJP മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ON ജയദേവൻ, കൗൺസിലർമാരായ രശ്മി ബാബു, വിനീത ടിങ്കു, ജില്ലാ ട്രഷറർ KR വിദ്യാസാഗർ, മണ്ഡലം ഭാരവാഹികളായ TJ ജെമി, പ്രജീഷ് ചള്ളിയിൽ, IS മനോജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
പ്രധാന വാർത്തകൾ വീണ്ടും. പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരുമെന്ന് ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ച്. ജനപക്ഷത്തു നിന്നുള്ള തീരുമാനമാണിതെന്ന് കോടതി. ഹർജി വ്യാഴാഴ്ച പരിഗണിക്കും. മാളയിൽ യൂത്ത് കോൺഗ്രസ് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.